വെൽക്കം ടു ടോസ്റ്റി വിത്ത് ജോ. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ബക്രീദ് ഹോളിഡേ ഒക്കെയാണ്. സോ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം സ്കൂളിലൊക്കെ പോകണ്ടല്ലോ, ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി. അങ്ങനെ ആയിരുന്നപ്പോൾ ശരിടാ ഒരു വീഡിയോ ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ചു. സോ വേറൊന്നുമല്ല, ഞാൻ എഗെയിൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാനൊരു ഓർണമെൻറ്റ് സെറ്റ്, ഒരു ജ്വല്ലറി സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. വന്ന് ഓർഡർ ചെയ്ത് എൻ്റെ കയ്യിൽ വന്ന് ഞാനത് ഓപ്പണൊക്കെ ചെയ്ത് നോക്കി. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ആക്ച്വലി അത് ഓർഡർ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിലൊരു സാരി ഉണ്ടായിരുന്നു. സോ ആ സാരിക്ക് മാച്ചായിട്ടൊരു ഓർണമെൻറ്റ് സെറ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ കിട്ടിയപ്പോഴും എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് കാണിക്കാം, നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. ഇതെന്ന് പറയുമ്പം ഒരു മെറൂണും ഗ്രീനും സ്റ്റോണും വരുന്ന, മെറൂൺ ഗ്രീൻ വൈറ്റ് സ്റ്റോണും വരുന്ന ഒരു മാല, പിന്നെ അതിൻ്റെ കൂടെ ആ മാലയുടെ കൂടെ വരുന്ന ഒരു കമ്മലും കൂടെയാണ്. സോ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. സോ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത മാല എന്ന് പറയുന്നത്. എനിക്ക് കാണാമല്ലോ അല്ലേ? കാണാമെന്ന് വിശ്വസിക്കുന്നു. സോ ഒരു ഡയമണ്ട്, ആ സ്റ്റോണിനൊരു ഡയമണ്ട് കട്ട്, ഒരു ഫിനിഷ് പോലെ വരുന്ന ഒരു മാലയാണ്. കണ്ടല്ലോ അല്ലേ? സോ ഇത് ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ കൂടെ വരുന്ന ഇയറിങ്സ് ആണ് ഇത്. ഒരു ഇയർ ഡ്രോപ്പ് മാതിരി വരുന്ന ഒരു ഇയറിംഗ് ആണ്. ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പല കളേഴ്സ്, ഈ സ്റ്റോണിൻ്റെ പല കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ വയലറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ദെൻ ഗ്രീൻ ഉണ്ട്. പക്ഷെ അതിൽ വരുന്ന ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ഈ സ്റ്റോൺ ഫുൾ ബ്ലാക്ക് ആയിരിക്കും, വയലറ്റ് ആണെങ്കിൽ ഈ സ്റ്റോൺ ഫുൾ വയലറ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ഇതിൽ മാത്രമാണ് ഒരു ഗ്രീനും മെറൂണും വൈറ്റും കൂടെ വരുന്ന ഒരു കളർ വരുന്നത്. ബാക്കി എല്ലാത്തിലും അങ്ങനെയല്ല, ഫുൾ ബ്ലാക്ക് ഫുൾ വൈറ്റ് അങ്ങനെയാണ് വരുന്നത്. സോ ഇത് ഏതാണ്ട് സാരിക്ക് മാച്ചായി തന്നെ എനിക്ക് കിട്ടി, ഓർഡർ ചെയ്ത് കിട്ടിയപ്പോൾ. സോ ഞാൻ നിങ്ങൾക്കൊന്ന് ഇട്ടും കൂടെ കാണിക്കാവേ. ഇത് ലൈക്ക് ഇങ്ങനെ നെക്ലസ് പോലെ ഇരിക്കുന്ന ഒരു മാലയാണ്. സോ ഇങ്ങനെ വരും, ഇങ്ങനെയാണ് വരുന്നത്. ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു ഇതിപ്പം ലൈക്ക് ഇങ്ങനെ ത്രെഡ് പോലെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. സോ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാം. പക്ഷെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവരിവിടെ ഒരു ത്രെഡ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് മാറ്റരുത്, എന്നാൽ ഇത് ഫുള്ളോടെ അഴിഞ്ഞു പോവും. സോ കുറച്ച് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. പിന്നെ അതാ ഇവിടെ ഒരു ടൈറ്റ് ചെയ്യാനായിട്ട് ഒരു ബീഡും കൂടെ ഉണ്ട്. ഓക്കെ, സോ ഇത് ലൂസാക്കിയതിന് ശേഷം ലൈക്ക് കൂടെ ഇങ്ങനെ ഇടാം. ഞാൻ പക്ഷെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സാരിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്. പക്ഷെ ആ സാരിയൊക്കെ ഞാൻ ഓൾറെഡി ഒരു ഫംഗ്ഷന് വേണ്ടി ഇട്ടു. അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് മാച്ചിങ് ആയിട്ടൊരു കമ്മൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തതാണ് ആ സാരിക്ക് വേണ്ടിയിട്ട്. സോ ഇത് ഇങ്ങനെ വരും. നൈസ് അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ വരും. കണ്ടില്ലേ? നല്ല രസമുണ്ട് അല്ലേ? സോ ആ സാരീൻ്റെ കൂടെ ഇടുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് വരും. ഓക്കെ, സോ ഇതാണ്. ഇത് ഇങ്ങനെ ടൈറ്റാക്കി ഇടുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ ലൂസാക്കുമ്പോൾ ഇത് ഇങ്ങനെ ലൈക്ക് ഇങ്ങനെയായിരിക്കും വന്ന് നടക്കാം. സോ അതിനെക്കാട്ടിൽ നല്ലത് ടൈറ്റായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെ ആയിരിക്കും. ഞാൻ ആ ഗോൾഡ് ചെയിൻ ഇട്ടിട്ടുണ്ട്. ഗോൾഡ് ചെയിൻ നമ്മൾ ജസ്റ്റ് കയറ്റി വയ്ക്കുകയാണേ, കാണിക്കാൻ വേണ്ടിയിട്ട്. സോ അല്ലെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇങ്ങനെയാണ് വരും. പിന്നെ ഇതിൻ്റെ കമ്മൽ
കമ്മൽ നല്ല രസമാണ്. ലൈക്ക് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇയർ ഡ്രോപ്പ് വന്നിട്ടുള്ള ഒരു കമ്മലാണ്. സോ ഇതിങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ആണി എവിടെയോ മിസ്സായി ഗൈസ്. ഓക്കെ, ഇങ്ങനെ ഇടാം. സോ ഇങ്ങനെ വരും. സോ ഇതാണ് 4 കമ്മൽ എന്ന് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ലൈക്ക് സാരീൻ്റെ കൂടെ ഇങ്ങനത്തെ വലിയ ഓർണമെൻറ്റ്സ് ഒന്നും ഞാൻ ഇട്ട് തരാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം ഇടുമ്പോൾ എന്താണ് ഇതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ് തന്നെ മേടിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓർഡർ ചെയ്തൊരു സാധനമാണ്. പക്ഷെ കിട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഈ ഒരു ഗ്രീൻ മെറൂൺ എന്ന് പറയുന്ന സ്റ്റോൺ വരുന്ന ഓർണമെന്റ് ഒരു മിക്ക ലൈക്ക് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ സാരീസിൻ്റെ കൂടെ നമുക്ക് പെയറിങ് ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ഓർണമെന്റ് ആണ് ഇത്. ഈ ഒരു കോമ്പിനേഷൻ വരുന്നത് മിക്ക സാരീസിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം, വലിയ വൃത്തികേടായിട്ടൊന്നും തോന്നത്തില്ല. സോ ഇതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ബാങ്കിൾ, ഒരു വളയും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു വളയാണ്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പെയറായിട്ട് കിട്ടുന്നതാണ്, 2 എണ്ണം ഉണ്ട് അതിനകത്ത്. സോ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. സോ ഇങ്ങനെയാണ്. ഇത് ആ ഡിസൈൻ ക്ലിയർ ആയി കാണാമോ എനിക്കറിയില്ല. അത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് കുറച്ച് നല്ല പ്രസ് ചെയ്ത് ഒന്ന് ഓപ്പൺ ആക്കേണ്ടി വരും. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇടാം. ഇതിപ്പോൾ എൻ്റെ കൈ കൂടി കയറില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് കയറ്റുന്നത്. കൈ കൂടെ കയറാത്തത് വേറെ ഒന്നുമല്ല, എനിക്ക് ഈ ഒരു പോർഷൻ കുറച്ച് വലുതാണ്. അതുകൊണ്ടാണ് എനിക്ക് കയറാൻ കുറച്ച് പാട്. സോ ഇത് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ 2 സൈഡും ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അപ്പം ഇങ്ങനെ വരും. സോ അത്യാവശ്യം സാരീൻ്റെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് പോവാം. ഒന്നും കൂടെ ഉണ്ട്. സോ ഇത് അതേപോലെ തന്നെയാണ്. അതിന് ശേഷം ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ലൈക്ക് ഭയങ്കരമായിട്ട് വലിക്കരുത്. ഭയങ്കരമായിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഉൾപ്പെടെ, ആ ബാങ്കിളുടെ ഷേപ്പ് ഉൾപ്പെടെ പോവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരു ഭയങ്കര ഹാർഡായിട്ട് വലിക്കാതെ ഒരു മയത്തിന് വലിക്കാം. സോ ഇങ്ങനെയാണ് വരുന്നത്. സോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഈ ജ്വല്ലറി സെറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 155 ആയിരുന്നു. ഓക്കെ, സോ 155 ആയിരുന്നു. സോ ഇത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ റേറ്റ് കൂടിയിട്ടുണ്ട്, 168 117 എന്തോ ആയിട്ടുണ്ട്. അതേപോലെ ഇതും 128 ആയിരുന്നു, ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. സോ ഇത് മാത്രമല്ല, ഇതിന് വേറെ ഡിസൈൻസിലുള്ള വളയുണ്ട്, പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. സോ ഞാൻ ഇത് ഓർഡർ ചെയ്തു. ഓക്കെ, സോ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വെച്ചിരുന്ന ഓർണമെന്റ് എന്ന് പറയുന്നത്. ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിൽക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് അതിൻ്റെ ലുക്ക്. ലൈക്ക് സാരീൻ്റെ കൂടെ നല്ല രസമായിരിക്കാം ഈ സെറ്റ്. നമ്മൾ ഇന്ന സമയത്ത് സാരീൻ്റെ കൂടെ സൂപ്പർ ആയിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ ഗോൾഡ് പ്ലേറ്റഡ് ആണ്, വലിയ ഗോൾഡ് പ്ലേറ്റഡ് ഒന്നും അല്ല. നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് എടുക്കുമല്ലോ, നമ്മൾ എടുക്കാൻ വെച്ചിട്ടുണ്ടോ, അപ്പം മുടിയല്ല ഒരു വലിയ ഗൈസ്. ഓക്കെ, സോ ഇതിപ്പോൾ ഞാൻ ഊരി എടുത്തു. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ വന്ന് ഇത് നമ്മൾ ഊരി മാറ്റി വയ്ക്കുന്ന സമയത്ത് ഒരു കോട്ടൺ തുണി കൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ലൈക്ക് നമ്മൾ പറയില്ല, ഇങ്ങനെ തുടച്ച് മാതിരി, ഇങ്ങനെ ഒപ്പിയെടുക്കുന്ന മാതിരി എടുത്തിട്ട് തിരിച്ച് കബോർഡിൽ വെക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ വെക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ അത്രയും സമയം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേർപ്പ് എന്തായാലും ഇതിനകത്ത് അടിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളർ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്.
പെട്ടെന്ന് പോകാനൊന്നല്ല, നമുക്കിപ്പോൾ അറിയാമല്ലോ നമ്മൾ വേറെ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ എന്ത് ഓർണമെന്റ് ആണെങ്കിലും ആ ഗോൾഡ് കളർ പ്ലേറ്റ് മങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു രീതിക്ക് നമ്മൾ ആ ഒരു വേർപ്പൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും. മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വേറെ സാരീസിൻ്റെ കൂടെയും അല്ലെങ്കിൽ പിന്നെയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കാനായിട്ട് വെച്ചിരുന്ന ഓർണമെന്റ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടല്ലേ? ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ബൈ ഗൈസ്.